ഹായ് ഗൈസ്, ജീപ്പിന് ചെറിയൊരു പ്രോബ്ലം. ഒരു ചെറിയ മൂളിച്ച ഗിയർ ബോക്സിൽ നിന്ന് കേട്ടിട്ട് പോയതാണ്. പക്ഷേ ഗിയർ ബോക്സിൽ നിന്നായിരുന്നില്ല, ബാക്ക് ഡിഫറൻഷ്യൽ അല്ല ഹൗസിങ്ങിനകത്തു നിന്നാണ് സൗണ്ട് കേട്ടത്. അഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ക്രൗണും പിനിയനും പിനിയൻ ബെയറിങ്ങും എല്ലാം കംപ്ലീറ്റ് ആയിട്ട് അടിച്ചു പോയി ഗൈസ്. അപ്പോൾ സംഭവം ഇത് പുറത്തുനിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് കോഴിക്കോട് പോയി ഞങ്ങൾ സാധനം വാങ്ങിച്ചു, ഞാനും മാധവേട്ടനും കൂടി. മാധവേട്ടനാകുമ്പോൾ പോയത് ഞാനല്ല. അതിനുശേഷം മുഴുവൻ ഒന്ന് കഴുകി വാഷ് ചെയ്ത് വൃത്തിയാക്കി ടയറിൻ്റെ ഏരിയ കംപ്ലീറ്റ് ക്ലിയർ ആക്കി. കാരണം നമ്മൾ വെള്ളത്തിലിറങ്ങുമ്പോൾ നല്ല ആവേശമായിരുന്നു, പക്ഷേ വെള്ളത്തിലിറങ്ങിയതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണിത്. വെള്ളത്തിലിറങ്ങിയ ശേഷം ഓയിൽ ചേഞ്ചും കാര്യങ്ങളും ചെയ്ത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല, അങ്ങനെ എടുക്കാത്ത വാഹനം ആയതുകൊണ്ട് തന്നെ. അങ്ങനെ കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയ ശേഷം വീണ്ടും തിരിച്ച് അതിലേക്ക് സ്റ്റോർ ചെയ്യുകയാണ്. എല്ലാ കാര്യങ്ങളും പഴയ പോലെ തന്നെ സെറ്റ് ചെയ്യുകയാണ്. ക്രൗണും കാര്യങ്ങളൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ട് നല്ല കോസ്റ്റായി ഗൈസ്. എന്തായാലും ഇപ്രാവശ്യത്തെ വില്ലേൻ്റെ സാമ്പത്തികം മുഴുവൻ ഇതിലേക്ക് പോകേണ്ടി വന്നു. അങ്ങനത്തെ രീതിയിലുള്ള പൈസയായി. എന്തായാലും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. അതിനുശേഷം ബെയറിങ്ങിൻ്റെ ഏരിയ ഉണ്ടായിരുന്നു, ബെയറിങ്ങും കംപ്ലീറ്റ് ആയിട്ട് പോയി. വെള്ളം കയറിയതായതുകൊണ്ട് ഫുള്ള് ഈ ബാക്ക് വീൽ മൊത്തം വെള്ളത്തിൽ ഇറങ്ങുന്നതാണ്. അപ്പോൾ അങ്ങനെ ബെയറിങ്ങും കംപ്ലീറ്റ് ആയിട്ട് പോയി. അങ്ങനെ ബെയറിങ്ങും മാറ്റി, അങ്ങനെ ഗ്രീസൊക്കെ ഇട്ട് ബെയറിങ്ങൊക്കെ സെറ്റാക്കി മാധവട്ടം സെറ്റാക്കുന്നതാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ സെറ്റാക്കി വന്നപ്പോഴത്തേക്ക് ഒരുപാട് രാത്രിയായി. നല്ല രീതിയിൽ ടൈം എടുത്തു ചെയ്യാനായിട്ട്. എന്നിട്ട് രാത്രിയായിട്ടും മാധവട്ടം ശരിക്കും എല്ലാം എടുത്ത് റെഡിയാക്കി ഫിക്സ് ചെയ്ത് സെറ്റാക്കി തന്ന. എനിക്ക് പിറ്റേ ദിവസം നെക്സ്റ്റ് ഡേ ഗസ്റ്റ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 9 മണി വരെ നമ്മൾ പണിയെടുത്തു. അതിൻ്റെ ഇടയിൽ വേറൊരു പണിയും കൂടി ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ അടിഭാഗം തട്ടിയിട്ട് അതിൻ്റെ ടാങ്കിൻ്റെ ഏരിയയും കൂടെ ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ടാങ്കിൻ്റെ ഏരിയ ഡാമേജ് ആയത് സെറ്റാക്കാൻ വേണ്ടിയിട്ട് രണ്ടാമത് വെൽഡ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു പൊസിഷൻ മാറ്റി വെച്ചു. ടാങ്കിൽ നിന്ന് ഫ്യൂവൽ പോകുന്ന അടി തട്ടിയ കംപ്ലൈൻ്റ് ആവുന്ന ആ ലീക്ക് ആവുന്ന ഏരിയ റീപ്ലേസ് ചെയ്തിട്ട് ആ പൊസിഷൻ മാറ്റി വെച്ച് സെറ്റ് ചെയ്തു. ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, നൈസായിട്ട് പോകുന്നു. ഓക്കെ, താങ്ക് യു ഗൈസ്.